പ്രവാചകനായ മുഹമ്മദ് നബി ഒരു അനുസരണയുള്ള കുട്ടിയായി വളർന്നു. അദ്ദേഹത്തിന് 12 വയസ്സായപ്പോൾ അദ്ദേഹം തന്റെ അമ്മാവനായ അബൂത്വാലിബിന്റെ കൂടെ ബസ്രയിലേക്ക് യാത്ര തിരിച്ചു. അവർ മരുഭൂമിയിലൂടെ മാസങ്ങളോളം യാത്ര ചെയ്തു. ബസ്രയിൽ അബൂത്വാലിബ് ഒരു ക്രിസ്തീയ പുരോഹിതനായ ബഹീറയെ കണ്ടുമുട്ടി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുരോഹിതന് പരിചയപ്പെടുത്തിയപ്പോൾ ബഹീറയ്ക്ക് ആ ബാലനിൽ വളരെ ആകർഷണം തോന്നി. അദ്ദേഹം അബൂത്വാലിബിനോട് പറഞ്ഞു, "ഈ ബാലനെ കൊണ്ട് മടങ്ങിച്ചെല്ലുക. ജൂതന്മാരുടെ വിദ്വേഷത്തിൽ നിന്ന് ഇവനെ സംരക്ഷിക്കുക. മഹത്തായ ഒരു ജീവിതം താങ്കളുടെ അനന്തരവനിൽ കാണുന്നു." ആ പുരോഹിതൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അബൂത്വാലിബിന് മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ അനന്തരവൻ വെറും ഒരു സാധാരണ കുട്ടിയായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് മടങ്ങിയെത്തി. ഈ യാത്രയ്ക്ക് ശേഷം പ്രവാചകന്റെ ജീവിതത്തിൽ വളരെ കാലം പ്രത്യേകമായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എല്ലാ ആളുകളും അദ്ദേഹത്തിന് വലിയ ജ്ഞാനവും നല്ല പെരുമാറ്റവും ധാർമ്മികതകളും ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. അത് മക്കയിലെ ജനങ്ങളിൽ അപൂർവമായിരുന്നു. അദ്ദേഹത്തിന്റെ സൽസ്വഭാവം കൊണ്ടും അറിവുകൊണ്ടും അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരും അദ്ദേഹത്തെ സത്യവിശ്വാസി എന്നർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിലെ ജോലി ചെയ്യേണ്ടതായി വന്നു. അദ്ദേഹത്തിന്റെ അമ്മാവന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട് പ്രവാചകൻ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നതിൽ അദ്ദേഹത്തെ സഹായിച്ചു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായും ഏകാന്ത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മക്കയിലെ ജനങ്ങൾക്കിടയിൽ രക്തരൂക്ഷിത ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമായിരുന്നു. നിയമങ്ങളെക്കുറിച്ചൊന്നും ആളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിക്കുമായിരുന്നു. അക്കാലത്ത് മക്കയിൽ ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. പ്രവാചകൻ തന്റെ 25-ാമത്തെ വയസ്സിൽ സിറിയയിലേക്ക് യാത്ര ചെയ്തു. അവിടെ വച്ചാണ് അദ്ദേഹം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും സുന്ദരിയും മഹാമനസ്കയുമായ ഒരു സ്ത്രീയായിരുന്നു. അവർ വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് ജനിച്ചത്. അവർ ഒരു വിധവയായിരുന്നു. ഒരു വിധവയായിരുന്നിട്ടും സമൂഹത്തിൽ ധനികരും പ്രമുഖരുമായ പലരും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ അതെല്ലാം നിരസിച്ചു. വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ അവർക്ക് ആഗ്രഹമില്ലായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ മാത്രമായിരുന്നു അത്. ഖദീജ റളിയല്ലാഹു അൻഹയെ തന്റെ കച്ചവടം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സത്യസന്ധനായ ഒരാളെ തേടുകയായിരുന്നു. അപ്പോഴാണ് അവർ പ്രവാചകനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു അനാഥനും പാവപ്പെട്ടവനും ആണെന്നറിയാമെങ്കിലും അദ്ദേഹം ഒരു ഉന്നത കുടുംബത്തിൽ നിന്നാണെന്നും അവർക്ക് മനസ്സിലായി. അദ്ദേഹം കുറ്റമറ്റതും ധാർമ്മിക സ്വഭാവം ഉള്ളവനുമായിരുന്നു. മാത്രമല്ല ഏറ്റവും സത്യസന്ധനായ മനുഷ്യനാണെന്നും അറിയപ്പെടുന്നു. പ്രവാചകൻ പെട്ടെന്നു തന്നെ ജോലി ചെയ്തു തുടങ്ങി. തന്റെ ആദ്യ കച്ചവടത്തിനായി ഒരു ജോലിക്കാരനുമായി അദ്ദേഹം യാത്ര പുറപ്പെട്ടു.